ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് പഠിച്ചു പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസ് 6ാം ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. എന്തൊക്കെ ഇനി നന്നാക്കാൻ എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്താണ്, ക്ലാസ്സുകളിലെ പോരായ്മകൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 6ാം ക്ലാസ്സിലെ ഇതാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളടക്കം പറഞ്ഞിട്ടുണ്ട്. ഇതിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും, ആദ്യകാല രാഷ്ട്രങ്ങൾ, രാഷ്ട്രവും ഗവൺമെൻറ്റും, അതുപോലെ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്, ഭൂഖണ്ഡങ്ങളിലൂടെ, ഇങ്ങനെ 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് 6ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് 1ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ചിത്രമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്, അത് വായിച്ചു പോകാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൻബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൻബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു അവലംബം എടുത്തിരിക്കുന്നത്, ഈ പാരഗ്രാഫ് എടുത്തിരിക്കുന്നത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ആ ഒരു കൃതിയിലേതാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ് ഇതിൻ്റെ രചയിതാവെന്ന് പറയുന്നത്. അപ്പോൾ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അതിലേതാണ് നമ്മൾ വായിച്ചത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, ഹൈഡൻബർഗ് അതായത് ജർമ്മനിയിലെ ഹൈഡൻബർഗ് എന്ന പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു തലയോടിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് വിശദമായിട്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തലയോട് എവിടെ നിന്നാണ് ലഭിച്ചത്? നമ്മൾ പറഞ്ഞു എന്താണ്, ആ തലയോട് ലഭിച്ചിരിക്കുന്നത് ഹൈഡൻബർഗ് എന്ന സ്ഥലത്ത് നിന്നാണ്, എന്ന പട്ടണത്തിന് സമീപം, ആ ഒരു പട്ടണത്തിൽ നിന്നാണ് ഈ ഒരു തലയോട് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡൻബർഗ് എന്ന പട്ടണത്തിൽ നിന്ന്, ജർമ്മനിയിലെ ഹൈഡൻബർഗ് എന്ന പട്ടണത്തിൽ നിന്നാണ് ഈ തലയോട് ലഭിച്ചത്. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ അറിയപ്പെടുന്ന ഹൈഡൻബർഗ് മനുഷ്യൻ എന്നാണ് ഈ തലയോട് അറിയപ്പെടുന്നത്. ഇത് ഹൈഡൻബർഗ് പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ ഒരു തലയോടിന് ഹൈഡൻബർഗ് തലയോട് എന്ന് പേര് വന്നതെന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്.
പൂർവികരെ കണ്ടെത്താം. എങ്ങനെ പൂർവികരെ കണ്ടെത്താം? സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബ വൃക്ഷം ശ്രദ്ധിക്കൂ. അപ്പം ഇതാണ് ഒരു കുടുംബ വൃക്ഷം. അപ്പോൾ സിനുവിൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, അങ്ങനെ മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്ങനെ ഉള്ള ഒരു വൃക്ഷമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അനേകം വർഷങ്ങൾ സഞ്ചരിച്ചാൽ മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ. ആദിമ മനുഷ്യരിൽ നമ്മുടെ പൂർവികരിൽ ചെന്നെത്തുകയുള്ളൂ. BCE CE. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന സോഷ്യൽ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലായിടത്തും കണ്ടുവരുന്ന രണ്ട് സംഗതികളാണ് BCEയും അതുപോലെ CEയും. അപ്പോൾ എന്താണെന്ന് നോക്കാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുമ്പും, അതായത് ബിഫോർ കോമൺ ഇറ എന്ന് പറഞ്ഞാൽ BCE എന്ന് പറഞ്ഞാൽ പൊതുവർഷത്തിന് മുമ്പും, പൊതുവർഷവും CE എന്ന് പറയുമ്പോൾ കോമൺ ഇറ, അത് പൊതുവർഷവും. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ മുമ്പുള്ള ടെക്സ്റ്റുകളിലൊക്കെ എന്താണ് ADയും BCയും എന്നാണ് ഇതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം AD അഥവാ അന്നോ ഡൊമിനി എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ന് ഇത് യഥാക്രമം നമ്മൾ പറയുന്നത് എന്താണ്? BCE എന്നും CE എന്നുമാണ്. ബിഫോർ കോമൺ ഇറയും കോമൺ ഇറ എന്നുമാണ് ഇന്ന് നമ്മൾ ഇതിനെ പറയുന്നത്. ഇനി നോക്കേ, BCE CE. ഇവിടെ BCE എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ BC എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം BC ആദ്യം തുടങ്ങുന്നത് 500-ലാണെങ്കിൽ അത് പിന്നീട് 400, 300, 200, 100, 1 എന്നിങ്ങനെ കുറഞ്ഞാണ് വരുന്നത് BCE. ഇനി BCയിൽ നിന്ന് നമ്മൾ ADയിലേക്ക് CEയിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ എന്താണ്? CE 1, 100, 200, 300, 400, 500 അങ്ങനെ CE കോമൺ ഇറ എന്ന് പറയുന്നത് 1 മുതൽ കൂടി പോകുന്നു. നമ്മുടെ BCE എന്ന് പറയുന്നത് ഉയർന്ന സംഖ്യയിൽ നിന്നും താഴോട്ട് വരുന്നു. അങ്ങനെയാണ് നമ്മളിത് കണക്കാക്കുന്നത്. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. അപ്പം 100 വർഷം ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. അപ്പോൾ ഒരു ദശം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിനർത്ഥം 10 ആണ്. അപ്പോൾ ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ലക്ഷം വർഷമാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഫോസിലുകളെ കുറിച്ച് തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് പോകാം. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ ഇവയുടെയൊക്കെ ശേഷിപ്പുകൾ. അതായത് ഇവരൊക്കെ മരിച്ച് മണ്ണോട് ചേരുമ്പോൾ അതിൽ എന്താണ് ആ ഒരു ശേഷിപ്പ്, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അവശിഷ്ടം, ഇതിനെയാണ് നമ്മൾ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫോസിലുകളുടെ പ്രത്യേകത എന്താണ്? ഇത് പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാറകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് പതിഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ഇനി നമ്മൾ മനുഷ്യരുടെ ഉത്ഭവം എങ്ങനെയാണ്, പരിണാമം എങ്ങനെയാണ്, അതൊക്കെയാണ് നോക്കുന്നത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സ്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അത് എന്താണ്? മനുഷ്യ ഫോസിലുകളാണ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരും. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ പരിണാമം എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത്
ചാൾസ് ഡാർവിനാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത് ആരാ? ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം ഉണ്ടായതെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നമ്മുടെ ചാൾസ് ഡാർവിനാണ്. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പറഞ്ഞ പേര് പരിണാമം എന്നാണ്. അപ്പോൾ എന്താണ് പരിണാമം എന്ന അടുത്തൊരു ക്വസ്റ്റ്യനായി. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയുള്ള മനുഷ്യരുടെ ഉത്ഭവത്തെയാണ് പരിണാമം എന്ന് പറയുന്നത്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ഡാർവിൻ അവതരിപ്പിച്ച പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ഓൺ ദി ഒറിജിൻ ഓഫ് ദി സ്പീഷീസ്. ഇത് ഇറക്കിയതെന്നാണ് 1859 ഈ പുസ്തകം ഇറങ്ങിയത്. ഇനി നമ്മൾ ഇത്രയും നേരം ചാൾസ് ഡാർവിനെ കുറിച്ച് പറഞ്ഞു. ആരായി ചാൾസ് ഡാർവിൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. അപ്പോൾ അദ്ദേഹം എന്തിനൊക്കെയാ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചത്? ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും അതുപോലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ച ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു ചാൾസ് ഡാർവിൻ. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. അപ്പം നമ്മൾ ഈ കാണുന്ന മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും അതുപോലെ പക്ഷികളായാലും ഒക്കെ പരിണമിച്ച് ഒരുപാട് വർഷത്തെ പരിണാമത്തിന് ശേഷം അനേക ലക്ഷം വർഷങ്ങളുടെ പരിണാമത്തിന് ശേഷമാണ് ഇന്നത്തെ ഈ രൂപത്തിലെത്തിയതെന്നാണ് ആര് പറയുന്നത്? ചാൾസ് ഡാർവിൻ പറയുന്നത്. ഇനി മനുഷ്യരുടെ പൂർവികർ, ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ ആദിമ മനുഷ്യർ രൂപം കൊണ്ടതെന്നാണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയാം, സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിച്ചത്. അപ്പോൾ മനുഷ്യ പരിണാമം ആരംഭിച്ച സസ്തനികളിൽ ഒരു വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ആരാ? പ്രൈമേറ്റുകളാണ്. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാം, ആദ്യത്തെ ആ ഒരു സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹോമിനോയിഡുകൾ, രണ്ടാമത്തെ വിഭാഗമാണ് ഹോമിനോയിഡുകൾ. ഈ ഹോമിനോയിഡുകളുടെ പ്രത്യേകം ഇവർ 4 കാലിൽ നടത്തം. അപ്പോൾ ഹോമിനോയിഡുകളുടെ പ്രത്യേകത എന്താണ്? 4 കാലിൽ നടക്കുന്നവരാണ് ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത്. ഇനി ഹോമിനോയിഡും ഉണ്ട്, ഹോമിനിഡും ഉണ്ട്. ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുകാലിൽ നടക്കുന്നവരാണ് ഹോമിനിഡുകൾ. ഹോമിനിഡുകൾ ഇരുകാലിൽ നടക്കുന്നവർ. ഹോമിനോയിഡുകൾ 4 കാലിൽ നടക്കുന്നവരാണ് ഹോമിനോയിഡുകൾ. അതുപോലെ ആസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്നത്, അതായത് ഈ ഹോമിനിഡുകളെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇരുകാലിൽ നടക്കുന്നവരെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊരു വിഭാഗമാണ് ആസ്ട്രലോപിത്തക്കസ്. ആസ്ട്രലോപിത്തക്കസും മറ്റൊരു വിഭാഗമാണ് ഹോമോയും. അപ്പോൾ നമ്മൾ ഹോമിനിഡുകളെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചു? 2ആയിട്ട് തരംതിരിച്ചു. അതിലൊരു വിഭാഗം ആസ്ട്രലോപിത്തക്കസും മറ്റൊരു വിഭാഗം ഹോമോയുമാണ്. വീണ്ടും ഈ ഹോമോയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും ഹോമോയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹോമോയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഹോമോ ഹാബിലിസ് ആണ്. ഒന്ന് ഹോമോ ഹാബിലിസ്, രണ്ടാമത്തത് ഹോമോ ഇറക്റ്റസ്, മൂന്നാമത്തത്
ഹോമോസാപ്പിയൻസ്. ഇങ്ങനെ നമ്മൾ ഹോമോയെ 3 വിഭാഗമായിട്ട്, അതായത് ഇരുകാലിൽ നടക്കുന്നവരാണ് ഈ ഹോമോയിൽ വരുന്നതും ആസ്ട്രലോപിത്തക്കസിൽ വരുന്നതും. അതിൽ ഹോമോയെ നമ്മൾ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഇനി ഹോമോ ഹാബിലിസിന്റെ പ്രത്യേകത എന്താണ്? ഹോമോ ഹാബിലിസിന് ഉപകരണ നിർമ്മാതാക്കളാണ് ഹോമോ ഹാബിലിസുകൾ. ഇവരുടെ ജോലി ഉപകരണങ്ങൾ നിർമ്മിക്കുക. ഹോമോ ഹാബിലിസ്. നമുക്കൊക്കെ ഓരോ ഹാബിറ്റ് ഉണ്ടാകും അല്ലേ? ആ ഹാബിറ്റ് ചിലർക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കലായിരിക്കും ഹാബിറ്റ് എന്ന് പറയുന്നത്, ചിലർക്ക് പാട്ടുപാടലായിരിക്കും, ചിലർക്ക് ഭക്ഷണപ്രിയരായിരിക്കും, അങ്ങനെ ചിലർ വായന, പിന്നെ TV കാണൽ, അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ അതിൽ വെച്ചാൽ മതി. അപ്പോൾ ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാക്കൾ. ഇനി ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്നു നിൽക്കുന്ന മനുഷ്യരെയാണ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. അടുത്തത് ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ബുദ്ധിയുള്ള മനുഷ്യർ, അവരെയാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നിവ. അപ്പോൾ ഈ ഹോമോ സാപ്പിയൻസ് ആണ് ബുദ്ധിയുള്ള മനുഷ്യർ, നമ്മളെപ്പോലുള്ള ബുദ്ധിയുള്ള മനുഷ്യരായി മാറിയത് ആരാ? ഹോമോ ഹാബിലിസും ഹോമോ ഇറക്റ്റസും ഹോമോ സാപ്പിയൻസും ഹോമോയുടെ ഉപവിഭാഗമാണെന്ന് പറഞ്ഞു. അതിൽ ഹോമോ സാപ്പിയൻസ് ആണ് മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യർ. ഇനി നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നവരാണ്. മനുഷ്യപരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാൻ കുട്ടികൾക്കുള്ള വർക്കാണ്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. അപ്പോൾ ആധുനിക മനുഷ്യർ താമസിച്ചിരുന്നത് എവിടെയാണ്? വനാന്തരങ്ങളിലാണ് ഈ ആദിമ മനുഷ്യർ താമസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ്? കായ്കനികൾ ശേഖരിക്കുക, അത് കഴിക്കുക, അതുപോലെ മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കുക. അങ്ങനെയാണ് ഈ ആദിമ മനുഷ്യർ എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നത്. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരിക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. അപ്പോൾ കാട്ടിലാണ് വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഇപ്പോൾ കാട്ടിൽ കിടന്ന പരിക്കൻ കല്ലുകളാണ് അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ വിളിച്ച പേരാണ് ശിലായുഗം. എന്താണ് ശിലായുഗം എന്ന് പറഞ്ഞാൽ? ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാലാണ് ഈ കാലഘട്ടത്തെ എന്തെന്ന് പറയുന്നത്? ശിലായുഗം എന്ന് വിളിക്കുന്നത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ ശിലകളെ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ശിലയുടെ തരം, അതിനെയൊക്കെ അനുസരിച്ച് ആ ആയുധങ്ങളിലും ഉപകരണങ്ങളിലും ഉണ്ടായ മാറ്റത്തെ, അതിൻ്റെ പുരോഗതിയെ അടിസ്ഥാനമാക്കി നമ്മൾ ശിലായുഗത്തെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? ശിലായുഗത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. അതിലൊന്നാമത്തേത് പ്രാചീന ശിലായുഗം, രണ്ടാമത്തേത് മധ്യശിലായുഗം, മൂന്നാമത്തേത് നമ്മൾ ഇന്ന് കാണുന്ന നവീന ശിലായുഗം. അപ്പോൾ നമ്മൾ നോക്കാം, വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാചീന ശിലായുഗം എടുക്കുകയാണെങ്കിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്?
വസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. അപ്പോൾ ഭിംബേട്ക എന്ന് പറയുന്നത് അതൊരു ഗുഹാകേന്ദ്രമാണ്. ഈ ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഇന്ത്യയിലാണ് ഭിംബേട്കയുള്ളത്. മധ്യപ്രദേശിലാണ് ഭിംബേട്ക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഗുഹാകേന്ദ്രമാണ് ഈ ഭിംബേട്ക എന്ന് പറയുന്നത്. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? ഇതാണ് ഈ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ഗുഹാചിത്രങ്ങളിൽ കണ്ടോ, മനുഷ്യരും അമ്പും വില്ലും ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന അവരുടെ വേട്ടയാടലിൻ്റെ ചിത്രം, അവരുടെ നൃത്തം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഭിത്തിയിൽ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭിംബേട്ക ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് അവർ ആശയവിനിമയം നടത്തിയിരുന്നത്? അവരിങ്ങനെ പോകുമ്പോൾ ഓരോ ഗുഹകളിലും ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുകയും ഇങ്ങനെ ഇലച്ചാറുകളും ഇതൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുമ്പം അത് മറ്റുള്ളവർക്ക്, ഇവരെ പിന്തുടർന്ന് വരുന്നവർക്ക് ഇത് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഭിംബേട്കയുടെ ചിത്രം. ഇതാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. ഇത് കണ്ടോ, ഇവിടെയാണ് അവർ ഈ ഗുഹാചിത്രങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. ഭിംബേട്ക പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിവയുടെ പ്രത്യേകതകൾ സ്ട്രിപ്പുകളിൽ എഴുതി ബൗളിൽ വയ്ക്കുക. അതായത് ഇത് കുട്ടികൾക്കുള്ള വർക്കാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? വിവിധ ശിലായുഗങ്ങളുടെ പേരുകൾ എഴുതിയ ചാർട്ടുകൾ ക്ലാസ്സിൽ പ്രചരിപ്പിക്കാനായിട്ടാണ്. അത് കുട്ടികൾക്ക് ഉള്ള വർക്കാണ്. ഇനി നമ്മൾ പറയുന്നത് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ കൃഷി ആരംഭിച്ചത് എപ്പോൾ മുതലാണ്? ഏത് സമയം മുതലാണ്? നവീന ശിലായുഗത്തോടെയാണ് കൃഷി ആരംഭിക്കുന്നത്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. അപ്പോൾ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പഴയതുപോലെ ഗുഹകൾ തേടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കൃഷി ചെയ്യുന്നിടത്ത് തന്നെ എന്ത് ചെയ്യണം? താമസിക്കേണ്ടി വരും. അപ്പോൾ കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങളിൽ സമീപത്തായിട്ട് സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. അപ്പോൾ സ്ഥിരവാസം ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുള്ള കാരണം നമ്മൾ എന്താണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിയിടങ്ങളെ കൃഷി പരിപാലിക്കുന്നതിന് വേണ്ടിയും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും മൃഗപരിപാലനത്തിനുമായിട്ടാണ് അവർ എന്ത് ചെയ്തത്? കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് സ്ഥിരവാസം ഉറപ്പിച്ചത്. സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? അപ്പോൾ സ്ഥിരവാസം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്കിടയിൽ ഉണ്ടാക്കിയതെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. സ്ഥിരവാസവും അതിലെ മാറ്റങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ഥിരവാസം അതുകൊണ്ടുണ്ടാക്കിയ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അപ്പോൾ സ്ഥിരവാസം തുടങ്ങിയപ്പോൾ കൃഷിയിടങ്ങളോട് ചേർന്നൊക്കെ സ്ഥിരവാസം തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. വീടൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഇലകളും തോലുകളും പുല്ലുകളും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. ആ ഇടപഴകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതും നമ്മൾ കണ്ടു. ഇനി സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് വസിക്കുന്ന ഈ ഒരു പ്രദേശങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ ആളുകൾ അവിടെ ഇങ്ങനെ സംഘടിച്ചു. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്തായിട്ട് മാറി? ഈ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായിട്ടും നഗരങ്ങളായിട്ടും വികാസം പ്രാപിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലോട്ട് പോയത്. ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. ഇനി ഇവർ ശിലയിൽ നിന്ന് എന്ത് ചെയ്തു? ലോഹത്തിലേക്ക്. അവർ നവീന ശിലായുഗം വരെയും എന്താണ്? ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശിലകളിൽ നിന്ന് അവരെങ്ങോട്ട് മാറി? ലോഹം കൊണ്ടുള്ള ആയുധങ്ങളിലേക്ക് മാറി. അതാണ് നോക്കുന്നത്.
മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മളിതാ ഇവിടെ കണ്ടിരിക്കുന്നത് ഇത് കണ്ടോ, ഇതൊക്കെ കല്ല് കൊണ്ടാണെങ്കിൽ ഇവിടെ എന്താണ് ഇതാ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ അവർ എന്ത് ചെയ്തിരിക്കുന്നു, ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. അപ്പം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ചെമ്പാണ്. ഈ ലോഹങ്ങൾ കൊണ്ട് ഇവർ എന്ത് ചെയ്തു? ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് ഇരുന്ന ആ ഒരു കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിച്ചിരുന്നത്. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. അപ്പോൾ എങ്ങനെയാണ് വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചത്? അപ്പോൾ നമുക്കറിയാം അവർ വനങ്ങളിലാണ് കൂടുതലും താമസിച്ചിരുന്നത്. അപ്പോൾ മണ്ണ് ഉഴുതു മറിക്കണം, അതുപോലെ മരങ്ങൾ മുറിച്ചു മാറ്റണം. അതിനൊക്കെ എന്താണ് കാഠിന്യവും ഉറപ്പും ആർക്ക് കുറവായിരുന്നു? നമ്മുടെ ചെമ്പിന് കുറവായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം, ചെമ്പും ഈയവും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഉപകരണമാണ് വെങ്കലം. അങ്ങനെ ഈ ഒരു വെങ്കലം അവരെന്ത് ചെയ്തു? നിർമ്മിച്ചു. ഈ വെങ്കലം എന്ത് ചെയ്തു? ഇതാണ് ഈ ഒരു വെങ്കലം എന്ന ലോഹസങ്കരം ആയിട്ട് മാറിയത്. അപ്പം വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേരാണ് വെങ്കലയുഗം. അപ്പോൾ വെങ്കലയുഗം, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വെങ്കലയുഗ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ വെങ്കലം ഉപയോഗിക്കാനുണ്ടായ സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അവരെന്ത് ചെയ്തു? ഈ നമ്മുടെ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്തിട്ട് അവർ ഉണ്ടാക്കിയ ഉപകരണമാണ് വെങ്കലം എന്ന് പറയുന്നത്. ആ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വെങ്കലയുഗ സംസ്കാരം അല്ലെങ്കിൽ വെങ്കലയുഗ കാലഘട്ടം എന്ന് പറയുന്നു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. അപ്പോൾ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് നമ്മൾ പഠിക്കുന്നു. അതിലൊന്നാമത്തേത് എന്താണ്? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. അപ്പോൾ കൃഷിയിടങ്ങൾ വെട്ടിക്കളയ്ക്കുന്നതിനും ഉഴുതുമറിക്കുന്നതിനും വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്തു? വ്യാപകമായിട്ട് ഉപയോഗിച്ചു. അത് കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. ഇനി അടുത്തെന്താണ്? കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ കൃഷി ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കാർഷിക ഉൽപാദനം വർദ്ധിച്ചു, കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു. അത് കാർഷിക ഉൽപാദന വർധനവിന് കാരണമായി. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണം കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. ഇനി കാർഷികോൽപാദന വർധനവ് എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. അപ്പോൾ ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ അത് കൈമാറ്റം ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരാൾക്ക് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്തു? അത് കൈമാറ്റം ചെയ്തു. അങ്ങനെ കൈമാറ്റത്തിനും ആ കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും ഇത്
വഴിയൊരുക്കി. പിന്നെന്ത് ചെയ്തു? കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു സ്ഥലം നമ്മൾ പറയുന്ന പോലെ ചന്ത, അതല്ലെങ്കിൽ ഗ്രാമങ്ങൾ എന്ത് ചെയ്തു? പട്ടണങ്ങളായി മാറി. അങ്ങനെ പട്ടണങ്ങൾ എന്ത് ചെയ്തു? നഗരങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പം ഇതൊക്കെയാണ് വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വെങ്കലയുഗ സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ ആയ ചൈനീസ് സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, ഇവയൊക്കെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.